അപ്പോൾ ചേച്ചി ഇപ്പോൾ ആദ്യം മുതൽ തന്നെ ചേച്ചി മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇതിലെ പ്രതികൾ എന്ന് ചേച്ചി സംശയിക്കുന്ന ആൾക്കാർ, ചേച്ചി മാത്രമല്ല നമ്മുടെ കേരള സമൂഹത്തിന് ഏകദേശം മനസ്സിലായിട്ടുള്ള ആൾക്കാരെ ദിവ്യയിലേക്ക് മാത്രം ഈ ഒരു കേസിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഷംസുദ്ദീനെ, ഡോക്ടറെ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ, കളക്ടറെ, പിന്നെ നമ്മുടെ പ്രശാന്തനെ, ഇവരെ 4 പേരെയും നാർക്കോ അനാലിസിസിന് വിധേയമാക്കണം എന്ന് ചേച്ചി ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ്. പക്ഷെ അത് വിലക്കെടുക്കാൻ എന്തുകൊണ്ടോ അവരുടെ ഇപ്പം നവീൻ ബാബുവിൻ്റെ സൈഡിൽ നിന്ന് പോലും, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് പോലും ഒരു ആവശ്യം ഇതുവരെ കോടതിക്ക് മുന്നിൽ അങ്ങനെ ഒരു ആവശ്യം എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചേച്ചി ഈ ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് നിൽക്കുമ്പോൾ ചേച്ചിയുടെ ഒരു ആ ഉറപ്പിന് പിന്നിലുള്ളൊരു കാരണം ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് സുപ്രീം കോടതിയിൽ ചേച്ചി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന രഹസ്യ തെളിവുകളും രഹസ്യ മൊഴിയും തന്നെയായിരിക്കാം. അപ്പോൾ ചേച്ചിക്ക് അത് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നാർക്കോ അനാലിസിസിലൂടെ സത്യം തെളിയുമെന്ന് ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചേച്ചി മുന്നോട്ട് വെക്കുമ്പോൾ അതിനുവേണ്ടി ഏതറ്റം വരെ പോകുമെന്നാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ വീട്ടുകാർ ഇതിൽ ഇത്രയും ഇനിഷ്യേറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ചേച്ചിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചേച്ചി വിചാരിക്കുന്നത്? നമുക്കൊരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഞാനിപ്പോൾ പരിസ്ഥിതി ഉച്ചകോടിയിലൊക്കെ പങ്കെടുത്തതാണ്. കുറേ അനേകം പാവങ്ങളുടെ കേസുകൾ ഞാൻ ഇടപെട്ടിട്ട് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇതിനകത്ത് ഇപ്പം ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയേണ്ടി വരും. അതായത് നിഷ വധക്കേസിൽ അമറൂൾ അത് ചെയ്തില്ല. അമറൂളിന് നിഷ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ കുട്ടീൻ്റെ കാര്യത്തിൽ അവരുടെ ജിഷയുടെ അച്ഛൻ തങ്കച്ചനാണെന്നും അത് ഒരു പാർട്ടി നേതാവ് അവരുടെ മകനാണ് ഈ കൊലപാതകത്തിൻ്റെ പിന്നിലെന്നും എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് അന്ന് ഈ ജിഷ വധക്കേസിൻ്റെ അമറൂളിനെ വീട്ടിൽ പോയിട്ട് എന്തോ പൈസ കൊടുത്തിട്ട് അവിടെ ഒരു കഥാപാത്രം കൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം ആ വീട്ടുകാർ അതിന് പൈസ വാങ്ങിയിട്ടുണ്ട് ഈ കൊലപാതകത്തിൻ്റെ. അപ്പോൾ ഒന്നുകിൽ അവർക്ക് ഈ നമ്മുടെ ജിഷയുടെ അച്ഛൻ്റെ മകനാണ്, ഈ തങ്കച്ചൻ്റെ മോനാണ്. അപ്പോൾ അവർ ഈ കഥാപാത്രത്തിന് അതിൻ്റെ താക്കിയിട്ട് എന്തോ നാടകം കളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഈ ജിഷ വധക്കേസിൽ അവളുടെ അമ്മേനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് രണ്ടാമത്തെ ഈ അമറൂളിനെ നാർക്കോ ടെസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ പ്രതി ആരാണെന്ന് മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളത് നിരപരാധിയായ കുറേ ആൾക്കാർക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നുണപരിശോധന ചില സമയത്ത് കോടതി തന്നെ പറയുന്നുണ്ട്. നാർക്കോ ടെസ്റ്റ്, ഈ നാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു കേസിൽ കയറി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ചില സന്ദർഭങ്ങളിൽ കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറയും. ഒരുപാട് അതിന് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതും കിട്ടണമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഈ 4 പേരെയും അനാർക്കോ അനാലിസിസ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ? അതിലേക്ക് നമ്മൾ എങ്ങനെ അതിലേക്ക് ചെന്നെത്തിപ്പെടാം എന്നാണ് ചേച്ചി വിചാരിക്കുന്നത്? ഒക്ടോബർ 14-ാം തീയതിയാണ് ADM സാർ മരിക്കുന്നത്. 15-ന് പോസ്റ്റ്മോർട്ടം, 16-ന് ഞാൻ അവരെ വീട്ടിലെത്തുന്നത്. അപ്പോൾ രാവിലെ. അപ്പോൾ ആ സമയം മുതൽ ഞാൻ പിന്നീട് എൻ്റെ വീട്ടിൽ പോയിട്ടില്ല. ഈ സമയം വരെ ഞാൻ ആ വീട്ടിൻ്റെ അകത്ത് എത്താൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കോളുകളിൽ വധഭീഷണിയുള്ള റെക്കോർഡുകളുണ്ട്. അപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് വിളിച്ചത്. ഞാനിപ്പം കോളുകളെ അറിയാത്തൊന്നും എടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വിളിച്ച റെക്കോർഡുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഞാൻ എന്തിനാണ് കണ്ണൂരിൽ പോയിട്ട് അവർക്ക് തലവെച്ച് കൊടുത്തിട്ട് അവരൊരു തൂങ്ങി മരണോ അല്ലെങ്കിൽ വാഹനാപകടം ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോവാത്തത്. അപ്പോൾ ഇത്രയും എനിക്ക് 3 മാസമായിട്ട് ഏകദേശം ഇത്രയും വേദന അനുഭവിച്ച സ്ഥിതിക്ക്, വേദന എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, നമുക്ക് ഒരു മൗലിക അവകാശങ്ങളുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യങ്ങളിൽ എനിക്ക് ഇത്രയും വേദനിപ്പിച്ച സംഭവം ADM സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ CPM പ്രവർത്തകരും കുറച്ച് ആൾക്കാരും, അതിനകത്ത് മറ്റുള്ളവരെയും പറയേണ്ടി വരും. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഇതിനെതിരെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. നമ്മളൊരു പ്രതിപക്ഷം എപ്പോഴും ഉണ്ടാവേണ്ടതല്ലേ. അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ മിണ്ടാത്തത്? അവർ ഇതിനകത്ത് ഈ വിഷയം നവീൻ ബാബു സാറിൻ്റെ നല്ല എന്തിനായാലും നമ്മളൊരു 2 ഭാഗത്തും ഉണ്ടാവും, ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രതികരിക്കേണ്ട അവരാരും മിണ്ടുന്നില്ല. അപ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കിനിയിപ്പോൾ കേരളത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഇവരെ പേടിച്ചിട്ടോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആത്മാവിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല, ദേഹത്തിന് ആർക്കും വേണമെങ്കിലും കൊല്ലാം. പക്ഷേ അത് നിങ്ങൾ വെടിവെച്ചതാണ് ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു ചങ്കൂറ്റുണ്ടാവണം. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അവർ മരിച്ച് അവർ കൊന്നോട്ടെ, ഈ ദേഹത്തിനല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും, അവർ ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു നീതി ആ 2 പൊന്നു മക്കൾക്ക് കിട്ടേണ്ടതാണ്. ഈ കൊന്നതിന് ഞാൻ ഏത് അറ്റം വരെ പോയിട്ടും ഞാൻ അവിടെ സമരമായിരിക്കും ഡൽഹിയിൽ. ഇത് ഡൽഹിയിൽ ഇരിക്കാൻ കാരണം സുപ്രീം കോടതിയെ എനിക്ക് അറിയിക്കേണ്ട ആവശ്യമുള്ളൂ. സുപ്രീം കോടതിനെ അറിയിക്കണം. അവിടെ വേണ്ടിയിട്ട് നീതി കിട്ടുന്നവരെ ഞാനത് ചെയ്തിരിക്കും.
ഇപ്പോൾ ഡൽഹിയിലേക്ക് സമരത്തിനായിട്ട് ഞാനിനി അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനി എനിക്ക് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, എൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരുപാട് കാര്യങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് വേദനിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൽഹിയിൽ പോയി അടിയിരിക്കും. ഇതിനകത്ത് വരട്ടെ. ഈ ഡോക്ടർ നാർക്കോ ടെസ്റ്റ് ചെയ്താൽ തന്നെ ഈ ADM സാറിനെ കൊന്നിട്ട് ഒരു ആത്മഹത്യയാക്കി വെച്ച പോലെ കുറേ ആൾക്കാരെ കണ്ണൂർ കൊന്നിട്ട് അവർ ആത്മഹത്യയാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് നിർത്തണം. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഡോക്ടർ പ്രശാന്ത് എന്ന് പറയുന്നത്, ശ്രീജിത്ത് എന്ന് പറയുന്നവരെല്ലാം വെറും കള്ള നാണയങ്ങൾ. ശ്രീജിത്ത് അവിടെ വേറെ ഉണ്ട് ഒരു ഡോക്ടർ ഇതുപോലെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ, എൻ്റെ കയ്യിലുള്ള പോസ്റ്റ്മോർട്ടത്തിൻ്റെ ശ്രീജിത്താണ് ഇട്ടിട്ടുള്ളത് ഒപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രീജിത്തിനെ പോലുള്ളവർ ഇനി ഒരു ഡമ്മി ആക്കിയിട്ട് കൊണ്ടുവരരുത്. അതുകൊണ്ട് ഇത് ഞാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. കാരണം പാവം മഞ്ജുഷ മേഡം ഇപ്പം ചിലപ്പം വിചാരിക്കും കോടതിയിൽ അവിടെ ഹാജരായിട്ട് ഇവിടുന്ന് എന്താണ് റിപ്പോർട്ട് കിട്ടുന്നതെന്ന് കാത്തിരിക്കാനുള്ള ക്ഷമയോ, അല്ലെങ്കിൽ അതിനകത്ത് ആ പാവം മേഡം അവിടെ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് വിശ്വസിച്ചു ഈ അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചതല്ലേ, അവർ സത്യസന്ധമായി നീങ്ങുന്നു. പക്ഷേ പിന്നീട് മഞ്ജുഷ ചതിച്ചു എന്ന് വരച്ച് മറ്റേ ഷാജഹാൻ ഒരു വീഡിയോ ഇട്ടു അഡ്വക്കേറ്റ്. അപ്പോൾ സാർ അത് സാറിൻ്റെ ആ സമയത്തൊരു അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്തായാലും അതിനകത്ത് ഷാജഹാൻ സാറിന് പറയുമ്പോൾ വീണാമണി കള്ളനാണിയാന്ന് പോലീസ് പറഞ്ഞിട്ടാണ് ആക്കിയെന്ന് പറഞ്ഞാൽ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരതിൻ്റെ അകത്ത് യൂട്യൂബ് കയറിയിട്ട് എനിക്ക് വേണ്ടി എൻ്റെ പേരും പറഞ്ഞിട്ട് പിന്നെ യൂട്യൂബിലിടുമ്പോൾ ഒരു സ്ത്രീനെ പറ്റി അങ്ങനെ പറയുന്നത് ശരിയുണ്ടോ? ശരിക്കറിയാണ്ട് എന്നെ പോലീസാക്കിയതാണ് ഈ കേസിൽ എന്നാണ് സാറ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇപ്പം അയാളോട് ബഹുമാനം തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ, 50 വീഡിയോസ് 50 വീഡിയോ ഇട്ടുന്നല്ല, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അയാൾ എന്നെപ്പറ്റി പറയുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കണമായിരുന്നു എന്താണ് ഇതിൻ്റെ യഥാർത്ഥം. പക്ഷെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാണ്ഡ്യാല ഷാജി എന്ന ആ സാറിനിൽ നിന്ന് ഞാനെന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ. അദ്ദേഹം നീതിയുടെ പക്ഷത്ത് ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവില്ല. അഥവാ അദ്ദേഹത്തെ പറയുമ്പോൾ ഒരു സ്ത്രീയെ പറ്റി പറയുമ്പോൾ എന്നെ അഭിമാനത്തെ ശ്രദ്ധേൽപ്പിച്ച് പോലീസ് അദ്ദേഹത്തിന്റെ ഒരു വ്യൂ ആയിരിക്കാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നവീൻ ബാബുവിന് വേണ്ടിയിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ട് അതെനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പല മാധ്യമങ്ങളും അതിനെ വിട്ട് മറന്നു പോയപ്പോഴും ക്രൈമിനൊപ്പം തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്ന ചാനലിലൂടെ ഷാജഹാൻ സാറ് നവീൻ ബാബുവിന്റെ ഒരു നീതിക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം നിന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ അയാൾ അങ്ങനെ ഇടുമ്പോൾ ഒരു ലേഡീനെ പറ്റി ശരിക്കും എന്നോട് വിളിച്ച്, ഞാൻ അദ്ദേഹത്തിന് തന്നെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അയാളെ നമ്പർ ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇത് അവിടെ ഇരിക്കും, പിന്നെ സമരം ഇരിക്കും വെറുതെ ഒരു സ്ത്രീനെ പറ്റി പറയുമ്പോൾ. പക്ഷെ അതിനകത്ത് മുഴുവനും ജനങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് ഷാജഹാൻ സാറിന്. അവരുടെ ഉദ്ദേശം എന്താണോ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. ഞാനങ്ങനെ വിചാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് ADM സാറിൻ്റെ മരണം നടന്ന പോലെ ഇനി ഒരാളെ ഇങ്ങനെ കൊല്ലാൻ പാടില്ല, ആ കുട്ടിക്ക് നീതി കിട്ടണം, അതേ എൻ്റെ ഉദ്ദേശമുള്ളൂ. അദ്ദേഹം ഒരു പക്ഷേ ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ ഓരോന്നിനെയും ആ ഒരു എൻ്റെ വിദ്യാഭ്യാസം അവർ ചെക്ക് ചെയ്യട്ടെ, അപ്പോഴേ എനിക്ക് കോടതിക്ക് ഹാജരാക്കേണ്ട ആവശ്യമുള്ളൂ. അവർ മാത്രം അഡ്വക്കേറ്റ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നത് ഞാനെനിക്ക് ഇവിടെ പറയണ്ട, ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. അത് അറിയുന്ന ജഡ്ജിമാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ചെക്ക് ചെയ്യട്ടെ. അവരോട് ഞാൻ പറയുന്നതാണ്, ഷാജഹാൻ സാറിനോട് അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന വിഷമാവസ്ഥകളും കൂടി പരിഗണിക്കണം. വെറുതെയെങ്കിലും അവരങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാകും. വീണാമണി എന്ന് പറയുന്നത് ജെനുവിൻ ആണെന്നുള്ളത് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് എന്നുവെച്ചാൽ ഞാൻ ആ സാറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മഞ്ജുഷ മാഡത്തിനെതിരെ ആ ഒരു വീഡിയോ അദ്ദേഹം ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ആ സമയം ഉണ്ടായ ഒരു വിഷമം കൊണ്ടിട്ടാണ് അത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് മഞ്ജുഷ മാഡം. ഞാനത് ഈ മഞ്ജുഷ മാഡത്തിൻ്റെ കാര്യം ഞാൻ ഈ മലയാളി ഇൻസൈഡിൽ ആദ്യം വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളാണ് എൻ്റെ വാർത്ത ആദ്യം കൊടുക്കുന്നത്, ഞാനല്ല ആദ്യമേ ഈ ചാനലുകാർ മുഴുവൻ എവിടെയായിരുന്നു. അതായത് അവിടെ ഏഷ്യാനെറ്റ് ഉണ്ട്, പിന്നെ മനോരമേൻ്റെ ഉണ്ട്, ഏതൊക്കെ വാർത്താ ചാനൽ ഈ മരിച്ച ദിവസം അവിടെ ഉണ്ട്. അവർ വലിങ്ങനെ ഒരു വണ്ടി എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്കാരെ മുഴുവൻ ആ ചാനലുകാരെ മുഴുവൻ വിലക്കെടുത്തത് കൊണ്ടല്ലേ ആ വാർത്തയൊന്നും പുറത്തു വിടാഞ്ഞിന്. അല്ലെങ്കിൽ അന്ന് വാർത്ത പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടല്ലേ ഇത് ചെയ്യുക. അപ്പോൾ അവരും കൂടി അവിടെ കൺകെട്ടിയിൽ വെച്ചില്ലേ. ഷാനി പ്രഭാകരനല്ലേ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവരൊക്കെ ഇപ്പോഴും എവിടെ പോയി? ഇത് നമ്മളൊരു നീതിക്ക് വേണ്ടിയിട്ടല്ലേ ഒരു മീഡിയസിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അവരതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവില്ലേനാ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത്രയും ആ 2 പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ നീതിക്ക് വേണ്ടിയിട്ട് കേരളം ഇത്രമാത്രം വിഷമിക്കുന്ന ഒരവസ്ഥ, കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു. എന്തായാലും ഇപ്പോൾ നാർക്കോ അനാലിസിസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനത് പറയാൻ കാരണം എൻ്റെ വീട്ടിൽ ക്യാമറയൊക്കെ ഉണ്ട്.
അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ, ഞാൻ ഒരു PMEGP ലോൺ എടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അതായത് റിംഗ് കമ്പോസ്റ്റ് മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു പ്രോജക്റ്റ് തൃശ്ശൂരിലുള്ളവരെ കൊണ്ടാണ് ഞാൻ അവിടുന്ന് ചെയ്യിപ്പിക്കലായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ സാധനങ്ങൾ CPMൻ്റെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവിടുത്തെ അയൽവാസിയായിട്ടുള്ള കുറച്ച് CPMൻ്റെ ആൾക്കാർ CPMൻ്റെ സഹായത്തോടെ അവിടുത്തെ കുറച്ച്, അതായത് ശരിക്കും പറഞ്ഞാൽ സതീശ മാരാർ, വേണു മാരാർ, അതുപോലെ തന്നെ ഒരു പിന്നെ ജനതാദളിൻ്റെ കണ്ടോത്ത് പ്രകാശ് എന്ന് പറഞ്ഞ അവരുടെ ഒരു പിന്നെ ഭാര്യൻ്റെ ആങ്ങളെ അവരെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ 25 സിമൻറ്റ് ഭരണി എടുത്തുകൊണ്ട് 2.5 ലക്ഷം റുപ്യേൻ്റെ GI പൈപ്പ് എടുത്തുകൊണ്ട് സതീശ മാരാർ. അടുത്ത വീട്ടിലുള്ള ഈ പിന്നെ ചേണിച്ചേരി വീട്ടിലെ സജിത്ത്, പിന്നെ കുമാരി, ഇവരൊക്കെ എടുത്തുകൊണ്ടിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ അവിടുന്ന് മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സമാധാനം ഇവർ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ അവർ നുണപരിശോധന നടത്തേണ്ടി വരും. കാരണം കട്ടുകൊണ്ടുപോയത് തന്നെയാണ്. ഞാനിത് എന്നെ അവിടുന്ന് മാറ്റിയിട്ട് ഇത് കട്ടുകൊണ്ടുപോയിട്ട് ഇത് എനിക്കും ജീവിക്കണ്ടല്ലേ, ലോൺ എടുക്കേണ്ടതല്ലേ. ഇപ്പോൾ ഒരു സാധനം ലോൺ എടുത്താൽ ആ ലോണ് ബാങ്കിന് നമ്മൾ വീട്ടിൽ നിന്ന് വരെ ഇതിൻ്റെ അല്ലേ മോളെ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം കാരണം നവീൻ ബാബുവിന് വേണ്ടി സംസാരിച്ചത് കാരണം സ്വന്തം വീട്ടിലിപ്പോൾ കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നവീൻ ബാബു കേസ് തെളിയണം. അത് ഡോക്ടറെ നാർക്കോ ടെസ്റ്റ് ചെയ്യണം. ഇതിന് ഈ ഡോക്ടറെ, കളക്ടറെ, സമരമുഖത്തേക്ക് പോവുകയാണ്. സമരമുഖത്തേക്ക് പോവുക ചെയ്യുന്നത്. എന്തായാലും ഇതിന് നേരിട്ടിട്ട് ഇതിൻ്റെ ഈ സമരമുഖത്തേക്ക് കേരളത്തിൽ സമരം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അതുകൊണ്ട് ഞാൻ ഡൽഹിയിൽ പോയിട്ട് ചെയ്യും. സുപ്രീം കോടതി അറിയണം. സുപ്രീം കോടതി നേരിട്ടിട്ട് ഡോക്ടർ എന്തായാലും ചെയ്താൽ കേരളത്തിൽ എനിക്ക് കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങൾ ഇത് വരെ തൂങ്ങി മരണം എന്നാക്കി മാറ്റണ്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ ഒരു സമരത്തിലൂടെ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ളൊരു പോരാട്ടം കൂടി തുടങ്ങിയിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരാണ്, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എന്തായാലും നമുക്ക് കാണാം കാര്യങ്ങളൊക്കെ. ഓക്കെ.